ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു ഈ വാർത്താ സമ്മേളനത്തിലൂടെ DGM അടക്കമുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഭീകരതയ്ക്കെതിരെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഓപ്പറേഷൻ. പക്ഷേ അതിൽ പാകിസ്ഥാൻ സൈന്യം എപ്പോഴാണോ കടന്നു വന്നത് അപ്പോഴാണ് പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ തിരിച്ചടിക്കാൻ ഇന്ത്യ നിർബന്ധിതമായത് എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം സൈനിക ഉദ്യോഗസ്ഥർ തുടങ്ങിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഭീകരതയ്ക്കെതിരെ ഭീകരകേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പഹൽഗാമിന് മറുപടി പറയുകയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയുടെ ഉദ്ദേശം. അത് നടത്തുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് അതിൽ ഭീകരർക്കൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ സേന രംഗത്തെത്തിയതാണ് ഈ രീതിയിലൊരു തിരിച്ചടിക്ക് ഇന്ത്യയെ നിർബന്ധിതമാക്കിയതെന്ന കാര്യം വ്യക്തമാക്കുകയായിരുന്നു മൂന്ന് സൈനിക തലവന്മാരും. ഒപ്പം തന്നെ ഈ സൈനിക ഓപ്പറേഷൻസിന്റെ മേധാവിയും കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഏതൊക്കെ ഇടങ്ങളിൽ എത്രമാത്രം ആഘാതമുണ്ടാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ ദൃശ്യങ്ങൾ സഹിതം ചിത്രങ്ങൾ സഹിതം ഒക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ ഇന്നും ഈ വാർത്താ സമ്മേളനത്തിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ്. അതോടൊപ്പം തന്നെ ഈ റഹിംയാർ ഖാൻ എയർബേസിലെ റൺവേ, അതിൽ അവിടെ ഒരു വലിയ ഗർത്തം നിന്ന് രൂപപ്പെട്ട ചിത്രമടക്കം ദൃശ്യങ്ങളടക്കം എടുത്തു കാണിച്ചുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ മൂവരും സംസാരിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ത്യ ഇനിയും നിലപാട് കൃത്യമായി പറയുന്നു. എപ്പോൾ വേണമെങ്കിലും ഒരു തിരിച്ചടിക്ക് ഇന്ത്യ തയ്യാറാണ്, പൂർണ്ണ സജ്ജമാണ് ഇന്ത്യ എന്ന് വ്യക്തമാക്കുന്നു. അച്യുതൻ ഡൽഹിയിൽ നിന്നും നൽകും കൂടുതൽ വിശദാംശങ്ങൾ ഈ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട്. അച്യുതൻ, വാർത്താ സമ്മേളനം പൂർത്തിയായിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തിലും സമാനമായി ഈ മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും തലവന്മാർ, ഒപ്പം തന്നെ ഈ സൈനിക ഓപ്പറേഷൻസ് മേധാവിയും അടക്കം പങ്കെടുത്താണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിൽ അതിലധികമായി പറയാനുള്ളത് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഭീകരതയ്ക്കെതിരെയായ ഓപ്പറേഷനായിരുന്നു. അതിൽ കൃത്യമായി 9 കേന്ദ്രങ്ങൾ അത് ഇന്ത്യ സ്പോട്ട് ചെയ്യുകയും അത് തകർക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് അതിൽ പാക് സേന അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിയതോടുകൂടിയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് തിരിയേണ്ടി വന്നത് എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം തുടങ്ങിയത്. അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് അവർക്ക് എടുക്കേണ്ടി വന്നു എന്നതിലടക്കം വിവരങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. എന്താണ് ഇന്ന് മൊത്തത്തിൽ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ സൂചിപ്പിച്ചത്? പ്രജിൻ, ഇന്നലെ മൂന്ന് സേനയുടെയും DGMമാർ മാധ്യമങ്ങളെ കാണുമ്പോൾ അവർ അത് വ്യക്തമാക്കിയ കാര്യം, ഈ ഓപ്പറേഷൻ സിന്ദൂർ ആ ദൗത്യം എങ്ങനെ നടത്തി, എവിടെ നടത്തി, അതിനുശേഷം പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രകോപനത്തിന് നൽകിയ മറുപടികളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും അതിന്റെ വിശദീകരണവുമാണെങ്കിൽ ഇന്ന് ഈ മൂന്ന് DGMമാരും വ്യക്തമാക്കിയിരിക്കുന്നത് വെളിപ്പെടുത്താൻ കഴിയുന്ന, അതായത് ഏത് രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ്, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഈ പാക് പ്രകോപനത്തെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു ആക്രമണ ശ്രമത്തെ ചെറുത്തതെന്നുള്ള വെളിപ്പെടുത്തൽ, അത് ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം. അതിൽ പാകിസ്ഥാൻ സൈന്യം ഉപയോഗിച്ച ഡ്രോണുകളുടെ അടക്കം ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചു. ആ ഡ്രോണുകളെ എങ്ങനെ തകർത്തു എന്നതും ഇന്നിവിടുത്തെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഇതിൽ പറയുന്നത് പാകിസ്ഥാൻ സൈന്യം ഭീകരർക്ക് വേണ്ടി ഇടപെട്ട സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് ഇതിന് കൃത്യമായ മറുപടി നൽകേണ്ടതായി വന്നത്. അതിന് കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാന്റെ ലക്ഷ്യങ്ങളെ തകർത്തു. അതിൽ ഉപയോഗിച്ചിരുന്ന, അതായത് ഹാർഡ് കിൽ പ്രതിരോധ സംവിധാനങ്ങൾ വരെ ഇതിനായി പാകിസ്ഥാന്റെ പല മിസൈലുകളെയും തകർത്തതായി ഇവിടെ പറയുകയുണ്ടായി. ഒപ്പം തന്നെ പാക് പ്രയോഗിച്ച മിസൈലുകളുടെയും ഡ്രോണുകളുടെയും വിശദാംശങ്ങൾ കൂടി ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. അതിൽ ചൈനീസ് നിർമ്മിത മിസൈലുകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചു, എന്നാൽ അതിനെയും നിലം പരിശാക്കി നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നതാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി ഭീകരരുടെ ഒരു ആക്രമണ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു. നിയന്ത്രണ രേഖയിലൂടെയും അന്താരാഷ്ട്ര അതിർത്തികളിലും പാക് ആക്രമണത്തിന് ശ്രമിച്ചു. കരസേനയുടെ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളും, അതായത് ഈ മൂന്ന് സേനകളിലെയും ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പറ്റി ഇന്നതിൽ വിശദീകരിക്കുകയുണ്ടായി. കരസേനയുടെ തന്നെ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളും ഇവിടെ വെളിപ്പെടുത്തുകയുണ്ടായി. അത് അതിന്റെ തോക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ദൃശ്യത്തിൽ ഉണ്ടായിരുന്നത്. അതായത് പാകിസ്ഥാൻ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ശക്തി അതെന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കാൻ
ഈ ദൗത്യത്തിലൂടെ കഴിഞ്ഞു, അതവർക്ക് മനസ്സിലാവുകയും ചെയ്തു എന്നാണ് കാര്യം. ഒരു ലക്ഷ്യം പോലും പാകിസ്ഥാൻ ലക്ഷ്യമിട്ട ഒരിടത്ത് പോലും ഒരു ആക്രമണം ഉണ്ടാക്കാനും പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നതും ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രാർത്ഥന തങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഏത് ലക്ഷ്യത്തെയും തകർക്കുവാനുള്ള ശേഷി നമുക്കുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ നാവിക സേനയുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ വ്യക്തമാക്കി. MiG-29 യുദ്ധ വിമാനങ്ങളും അതുപോലെ നിരീക്ഷണ ഹെലികോപ്റ്ററുകളും എല്ലാം സജ്ജമായിരുന്നു. ഏത് കടൽ മാർഗമുള്ളതായിരുന്നാലും അത് കരയിലേക്കുമായിരുന്നാലും ഏത് തരത്തിലും പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ നാവികസേനയുടെ ഭാഗത്തും ഉണ്ടായിരുന്നു എന്നും അറിയിച്ചിട്ടുണ്ട്. തുർക്കിയുടെ ഡ്രോൺ ആണെങ്കിലും മറ്റേത് രാജ്യത്തിൻ്റെതാണെങ്കിലും അതിനെ തകർക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് അടിവരയിട്ടാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നാശനഷ്ടങ്ങളൊക്കെ മറയ്ക്കാൻ പാകിസ്ഥാൻ ചില വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പുറത്തുവിടാൻ പറ്റുന്ന വിവരങ്ങളാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ മറ്റുള്ളവ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾക്ക് രഹസ്യാത്മക സ്വഭാവമുണ്ട് എന്നതും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളൂ.